ഹരി ഓം സജ്ജനങ്ങൾക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. വരാഹ അവതാരം മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം. വിഷ്ണുപുരാണം, മഹാഭാരതം, വരാഹപുരാണം തുടങ്ങി പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന രണ്ട് കിങ്കിരന്മാരാണ് ജയനും വിജയനും. സനകാദി മഹർഷികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി വൈകുണ്ഠത്തിലെത്തി. എന്നാൽ ജയവിജയന്മാർ ഇവരെ അനാദരിച്ചു. താപസന്മാരെ ദാനവന്മാരാകട്ടെ എന്ന് ശപിച്ചു. ശേഷം 3 തവണ മഹാവിഷ്ണുവിനാൽ ഈ ജന്മങ്ങളിൽ നിഗ്രഹിക്കപ്പെട്ടാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് അവർ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്രകാരം കശ്യപ മഹർഷിക്കും ദിതിക്കും ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഡ ചെയ്തു നടക്കാൻ തുടങ്ങി. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തുകൊണ്ടിരുന്നു. ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്ത് എത്തിച്ചേരുകയും ചെയ്തു. മഹാവിഷ്ണുവിനെ കണ്ട നേരം ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പലായനം ചെയ്തു. വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നുമാണ് ഐതിഹ്യം. വരാഹക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം എന്ന സ്ഥലത്തെ വരാഹസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ ആ സ്ഥലം അറിയപ്പെടുന്നതും ശ്രീവരാഹം എന്ന നാമധേയത്തിലാണ്. അതുപോലെ ചേറായിലും വരാപ്പുഴയിലും വരാഹസ്വാമി ക്ഷേത്രങ്ങളുണ്ട്. കൂടുതൽ വരാഹസ്വാമി ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അടുത്ത അവതാരമായ നരസിംഹ അവതാരത്തെപ്പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.